സംസ്ഥാനത്ത് ഇന്നും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്ന് പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ഇന്ന് പുലർച്ചെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും തുടരുന്നത് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്താകെ പല സ്ഥലങ്ങളിലും വേനൽ മഴ പെയ്യുന്ന ഈ വേളയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കാര്യമായി ഇപ്പോൾ മഴ കിട്ടുന്നത്? ഗുഡ് മോർണിംഗ് SKN. ഈ കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തിയെന്ന് തന്നെ വേണം പറയാൻ. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചൂട് ആണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കടുത്ത ചൂടാണ്, അത്തരത്തിൽ മഴ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതൊരു ആശ്വാസം എന്ന രീതിയിൽ ഈ മഴ എത്തിയിരിക്കുന്നു എന്നുള്ളത് വേണം പറയാൻ. തീരദേശ മേഖലകളിൽ ഒഴികെ മഴ അതിന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ഇപ്പോൾ കോഴിക്കോട് അടക്കം പല മേഖലകളിലും മഴ ലഭിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട നേരിയ തോതിലുള്ള മഴയാണ് ലഭിക്കുന്നത് എന്നുള്ളത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ പ്രവചനത്തിൽ ഈ തിരുവനന്തപുരം, ഇടുക്കി, വയനാട് ജില്ലകളിലൊക്കെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ മഴയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ്. ഉച്ചയ്ക്ക് ശേഷം ഈ അന്തരീക്ഷം മേഘാവൃതമാകും. അതിനുശേഷം ഇത്തരത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്നുള്ളതാണ്. ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് ഇത്തരത്തിൽ മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഇടിമിന്നൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ്. ഈ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് ഈ കേരള തീരത്തും അതേപോലെ തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉയർന്ന തിരമാലയ്ക്ക് ഏകദേശം 1.5 മീറ്റർ വരെ ഉയരത്തിലുള്ള തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ തീരദേശത്ത് താമസിക്കുന്നവർ, അതേപോലെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ഒക്കെ, പൊതുജനങ്ങളൊക്കെ ജാഗ്രത പാലിക്കണം. ഈ ബീച്ചിന്റെ സൈഡിലൊക്കെ ഈ കച്ചവടം നടത്തുന്ന ആളുകളുമൊക്കെ ജാഗ്രത പാലിക്കണം. കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നവരും ഇത്തരത്തിൽ അപകടങ്ങൾ ഒക്കെ നിന്ന് ഒഴിവാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി നടത്തുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഇന്നലെ അറിയിച്ച ഒരു കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കാലവർഷം അത് നേരത്തെ എത്തും എന്നുള്ളതാണ്. സാധാരണ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ ഈ കാലവർഷം മെയ് അവസാന പാദത്തിലാണ് എത്തുന്നത്. എന്നാൽ ഈ വർഷം, ഈ കൊല്ലം അത് നേരത്തെ എത്തും. ഏകദേശം മെയ് 19 കൂടിയൊക്കെ കാലവർഷം എത്തും എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴ ലഭിക്കും. 14 ജില്ലകളിൽ മഴ ലഭിക്കുമെന്നൊരു മുന്നറിയിപ്പുണ്ട്. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വേനൽ മഴ കാര്യമായി ലഭിക്കുന്നു. കോഴിക്കോടും വയനാട്ടിലുമൊക്കെ നല്ല മഴയുണ്ടെന്നാണ് പ്രേക്ഷകർ അറിയിക്കുന്നത്. മനസ്സും ശരീരവും കുളിർത്തുവെന്നാണ് രാധാമു വയനാട്ടിൽ നിന്ന് കുറിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വെളുപ്പിന് വന്ന ഈ വാർത്തയുണ്ടല്ലോ, കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് ഒരു രോഗി മരിച്ച കാര്യം. ഈ വാഹനത്തിൽ 7 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒരാൾ മരിച്ച സുലോചനയുടെ ഭർത്താവ് ചന്ദ്രൻ, പിന്നീട് അയൽവാസിയായ പ്രസീത, 2 നഴ്സസ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇങ്ങനെ 7 പേരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ആംബുലൻസിൽ ഈ അപകടം നടന്നപ്പോൾ മറ്റുള്ളവർ തെറിച്ച് പുറത്ത് വീണതുകൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത്. അവരെ ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാദാപുരം സ്വദേശി സുലോചനയാണ് ഈ അപകടത്തിൽ മരിച്ചത്. അങ്ങനെ ഒരു ദാരുണാന്ത്യം ഇന്ന് വെളുപ്പിന് 3:30 മണിക്കുണ്ടായി.